ഈ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണോ, എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണോ, യു ഡി എഫും ബി ജെ പിയും തമ്മിലാണോ കേരളത്തിലെ ബി ജെ പി ഒന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു പ്രശ്നമല്ല. അപ്പോൾ ഒരു അതൊക്കെ ചുമ്മാ ഈ അക്കൗണ്ട് തുറക്കില്ല എന്നുള്ളത്. ഈ അക്കൗണ്ട് വല്ലടത്ത് ഒരു സീറ്റെക്കാനും കിട്ടുക പണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിയമം ഇവരുടെ കയ്യിലിരുന്ന സീറ്റ് നിയമത്തിരുന്ന O രാജഗോപാൽ ജയിച്ചല്ലോ. എങ്ങനെയാണ് സീറ്റ് പോയേ? പാവപ്പെട്ട ശിവൻകുട്ടിയല്ലേ ജയിച്ചതവിടെ. അപ്പോൾ ശിവൻകുട്ടി മതി. പിന്നെ O രാജഗോപാലിനെ തോൽപ്പിക്കാൻ ശിവൻകുട്ടിക്ക് കഴിയുമെങ്കിൽ O രാജഗോപാലിനേക്കാൾ വലിയ ബി ജെ പിക്കാരിപ്പോൾ ഇവിടെ ഇല്ല, കേരളത്തിലില്ല. ഈ ചന്ദ്രശേഖരൻ അവിടെ നിന്ന് ജയിക്കാനാണ് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി അധികാരം പിടിച്ചു. ഇനിയിപ്പോൾ കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അത് അവർ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അരക്കിട്ട് ഉറപ്പിച്ച് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ടൈറ്റ് ഫൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കില്ലേ തെരഞ്ഞെടുപ്പ്? അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം, ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം, അതൊന്നും ഈ ബി ജെ പിക്കാർക്ക് വലിയ പിടിയില്ല. ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ വളരെ വൈകി വന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ വേരോടിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്ത്യയിൽ ഒരിടത്തും വേരോട്ടം ലോകത്ത് ഒരിടത്തും ഇല്ലാത്തപ്പോൾ 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന കേരളമാണ്. ഒരു മതേതര പ്രസ്ഥാനം അത് ലെഫ്റ്റിലേക്ക് തന്നെ പോകണം എന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഒരുപാട് തെറ്റുകൾ കാണും LDF നേതാക്കന്മാരെന്നാണ്. പക്ഷെ ജനങ്ങൾക്ക് അങ്ങനെയല്ല. ആ തെറ്റുകൾ നിങ്ങൾ തിരുത്തണം. തിരുത്തി നിങ്ങൾ ഇതിനെ ലെഫ്റ്റിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ജനതയുടെ മുമ്പിൽ ബി ജെ പിക്ക് നിയമം പിടിക്കുമോ, വട്ടിയൂർക്കാവ് പിടിക്കുമോ, കഴക്കൂട്ടം പിടിക്കുമോ, ഇതൊക്കെയാണല്ലോ അവർ പറയുന്നത്.